ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ കോമേഴ്സ് ക്ലാസ്സസ്. അപ്പോൾ ടൈപ്സ് ഓഫ് FDIയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്ന രണ്ട് ടേംസാണ് ഹോം കൺട്രിയും ഹോസ്റ്റ് കൺട്രിയും. നമ്മൾ FDI ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ പലപ്പോഴായിട്ട് കണ്ടുമുട്ടുന്ന രണ്ട് ടേംസാണ് ഹോം കൺട്രിയും ഹോസ്റ്റ് കൺട്രിയും. അപ്പം ആദ്യം തന്നെ നമ്മൾ ഹോം കൺട്രി എന്താണ്, ഹോസ്റ്റ് കൺട്രി എന്താണെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഫസ്റ്റ് കൺസെപ്റ്റാണ് ഹോം കൺട്രി. എന്താണ് ഹോം കൺട്രി? FDIയുടെ കോണ്ടെക്സ്റ്റിൽ ഹോം കൺട്രി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഹോം കൺട്രി ഇസ് ദ കൺട്രി ഫ്രം വെയർ ദ FDI ഒറിജിനേറ്റ്സ്. ഏത് കൺട്രിയിൽ നിന്നാണ് FDI ഉദ്ഭവിക്കുന്നത് ആ രാജ്യത്തെയാണ് നമ്മൾ ഹോം കൺട്രി എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു വ്യക്തിയെ പറ്റി പറയുകയാണെങ്കിൽ ഒരു വ്യക്തി ജനിച്ച രാജ്യം അല്ലെങ്കിൽ ജനിച്ചു വളർന്ന രാജ്യത്തെയാണല്ലോ നമ്മൾ മാതൃരാജ്യം എന്ന് പറയുന്നത്, അയാളുടെ ഹോം കൺട്രി എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ ഏത് കൺട്രിയിൽ നിന്നാണ് ഈ FDI വരുന്നത്, ആ കൺട്രി ഏത് കൺട്രിയിൽ നിന്നാണ് FDI ഒറിജിനേറ്റ് ചെയ്യുന്നത് ആ കൺട്രിയാണ് നമ്മൾ ഹോം കൺട്രി എന്ന് പറയുന്നത്. മറ്റു വാക്കുകളിൽ നമ്മൾ പറഞ്ഞാൽ ഹോം കൺട്രി റെഫേഴ്സ് ടു എ കൺട്രി ദാറ്റ് ജനറേറ്റ്സ് ആൻ ഔട്ട് ഫ്ലോ ഓഫ് FDI. FDIയുടെ ഔട്ട് ഫ്ലോ, ഏത് കൺട്രിയിൽ നിന്നാണ് FDI പുറത്തേക്ക് പോകുന്നത് ആ കൺട്രിയാണ് നമ്മൾ ഹോം കൺട്രി എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ കൺസെപ്റ്റാണ് ഹോം കൺട്രി. ഹോം കൺട്രി ഇസ് ദ കൺട്രി ഫ്രം വെയർ FDI ഒറിജിനേറ്റ്സ്. ഏത് രാജ്യത്തു നിന്നാണോ FDI ഒറിജിനേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏത് രാജ്യമാണോ FDIയുടെ ഒരു ഔട്ട് ഫ്ലോ ജനറേറ്റ് ചെയ്യുന്നത് ആ രാജ്യത്തെയാണ് നമ്മൾ ഹോം കൺട്രി എന്ന് പറയുന്നത് FDIയിൽ. അടുത്ത കൺസെപ്റ്റാണ് ഹോസ്റ്റ് കൺട്രി. നമ്മൾ വ്യക്തിയുടെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ ഒരു വ്യക്തി ജനിച്ചത് ഒരു രാജ്യത്താണ്, അത് അയാളുടെ ഹോം കൺട്രിയാണ്. എന്നാൽ അയാൾ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് മറ്റൊരു രാജ്യത്താണെന്ന് വെച്ചോ, അപ്പോൾ ആ രാജ്യത്തെ നമ്മൾ ഹോസ്റ്റ് കൺട്രി എന്ന് പറയും. അതുപോലെ FDI എടുക്കുമ്പോൾ FDIയുടെ കോണ്ടെക്സ്റ്റിൽ പറയുമ്പോൾ ഹോസ്റ്റ് കൺട്രി ഈസ് ദ കൺട്രി വെയർ ദ FDI ഗോസ്. ഏത് രാജ്യത്തേക്കാണ് ഈ നിക്ഷേപം പോകുന്നത് ആ രാജ്യത്തെയാണ് നമ്മൾ ഹോസ്റ്റ് കൺട്രി എന്ന് പറയുന്നത്. അതായത് മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ ഹോസ്റ്റ് കൺട്രി റെഫേഴ്സ് ടു എ കൺട്രി ദാറ്റ് റിസീവ്സ് ആൻ ഇൻഫ്ലോ ഓഫ് FDI. FDIയുടെ ഇൻഫ്ലോ റിസീവ് ചെയ്യുന്ന രാജ്യത്തെയാണ് നമ്മൾ ഹോസ്റ്റ് കൺട്രി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എങ്ങനെ പറയാം, ഏത് രാജ്യത്തേക്കാണ് FDI എത്തിയത് അല്ലെങ്കിൽ കിട്ടിയത്, ഏത് രാജ്യത്തേക്കാണ് FDI പോയത് ആ രാജ്യത്തെയാണ് നമ്മൾ ഹോസ്റ്റ് കൺട്രി എന്ന് പറയുന്നത്. അപ്പോൾ ഹോം കൺട്രി എന്ന് പറഞ്ഞാൽ ദ കൺട്രി ഫ്രം വെയർ ദ FDI ഒറിജിനേറ്റ്സ്. ഹോസ്റ്റ് കൺട്രി എന്ന് പറഞ്ഞാൽ ദ കൺട്രി വെയർ ദ FDI ഗോസ്. മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ ഹോം കൺട്രി എന്ന് പറഞ്ഞാൽ it refers to a country that generates an outflow of FDI and host country refers to a country that receives the inflow of FDI. അപ്പോൾ നമ്മൾ ടൈപ്സ് ഓഫ് FDI നോക്കാൻ പോവാണ്. നമ്മൾ സ്ട്രാറ്റജിക്കലി പറയുകയാണെങ്കിൽ FDI 3 ടൈപ്പാണുള്ളത്. ദാറ്റ് ഈസ് ഹൊറിസോണ്ടൽ FDI, വെർട്ടിക്കൽ FDI ആൻഡ് കൺഗ്ലോമറേറ്റ് FDI. പക്ഷേ നമുക്ക് പല ബേസിസിൽ പല രീതിയിൽ FDIനെ ഇതിൽ കൂടുതൽ രീതിയിൽ ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഗ്രീൻ ഫീൽഡ് FDI, ബ്രൗൺ ഫീൽഡ് FDI. അപ്പോൾ അതൊക്കെ നമ്മൾ സെപ്പറേറ്റ് വീഡിയോസിൽ കവർ ചെയ്യുന്നതായിരിക്കും. ഡോണ്ട് വറി. അപ്പം സ്ട്രാറ്റജിക്കലി പറയുകയാണെങ്കിൽ 3 ടൈപ്സ് ആണുള്ളത് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിന്. അതായത് ഹൊറിസോണ്ടൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, വെർട്ടിക്കൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് കൺഗ്ലോമറേറ്റ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഹൊറിസോണ്ടൽ FDI എന്താണെന്ന് നോക്കാം. ആദ്യം തന്നെ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് FDI. ഹൊറിസോണ്ടൽ FDI ആണ് നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന FDIയുടെ ഒരു ടൈപ്പ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ എപ്പോഴൊക്കെയാണ് FDI ഹൊറിസോണ്ടൽ FDI എന്ന് പറയുന്നതെന്ന് നോക്കാം. FDI is said to be horizontal FDI when the investor establishes the same type of business operation abroad as it operates in its home country. അതായത് ഇൻവെസ്റ്റർ അയാൾ ഹോം കൺട്രിയിൽ എന്ത് ടൈപ്പ് ഓഫ് ബിസിനസ് ഓപ്പറേഷൻ ആണോ നടത്തുന്നത് ആ സെയിം ടൈപ്പ് ഓഫ് ബിസിനസ് ഓപ്പറേഷൻ അയാൾ ഫോറിൻ കൺട്രിയിലും എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പറയും FDI എന്ന് പറയുന്നത് ഹിയർ ദ FDI is horizontal FDI എന്ന് പറയും. Or funds are invested in a foreign company belonging to the same industry as that owned or operated by the FDI investor. അല്ലെങ്കിൽ ഫണ്ട്സ് ഇൻവെസ്റ്റ് ചെയ്യാണ് ഇൻവെസ്റ്റർ, ഒരു ഫോറിൻ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാണ് ഫണ്ട്സ്. ആ ഫോറിൻ കമ്പനി എന്താണ് പ്രത്യേകത, ആ ഫോറിൻ കമ്പനി ബിലോങ് ചെയ്യുന്ന ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഈ ഹോം കൺട്രിയിൽ ഈ ഇൻവെസ്റ്ററിൻ്റെ കമ്പനി ബിലോങ് ചെയ്യുന്ന ഏത് ഇൻഡസ്ട്രി ആണോ ആ സെയിം ഇൻഡസ്ട്രിയിൽ ബിലോങ് ചെയ്യുന്ന ഒരു ഫോറിൻ കമ്പനിയിൽ ഫണ്ട്സ് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ആസ് ഹൊറിസോണ്ടൽ FDI. Here, the firm conducts the same type of activities in the foreign country relating to its main business. അതിൻ്റെ ഹോം കൺട്രിയിലെ മെയിൻ ബിസിനസ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സെയിം ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസ് ആണ് ഈ ഫേം ആ ഫോറിൻ കൺട്രിയിലും ചെയ്യുന്നത്. സിൻസ് ബോത്ത് ദ കമ്പനീസ് ബിലോങ് ടു ദ സെയിം ഇൻഡസ്ട്രി ദ FDI ഈസ് ക്ലാസിഫൈഡ് ആസ് ഹൊറിസോണ്ടൽ FDI. അതായത് ഈ ബോത്ത് ദ കമ്പനീസ് എന്ന് പറയുമ്പോൾ ഹോം കൺട്രിയിലെ കമ്പനിയും ഹോസ്റ്റ് കൺട്രിയിലെ ആ ഇൻവെസ്റ്റ് ചെയ്ത കമ്പനിയും രണ്ടും ഒരേ ഇൻഡസ്ട്രിയിൽ ബിലോങ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ FDI നമ്മൾ ഹൊറിസോണ്ടൽ FDI എന്ന് പറയുന്നത്. അപ്പം ഹൊറിസോണ്ടൽ FDI ആണ് മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് FDI എന്ന് നമുക്ക് പറയാം. ഇറ്റ് ഈസ് ദ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് FDI.
അതുകൂടാതെ എപ്പോഴൊക്കെയാണ് FDI നമ്മൾ ഹൊറിസോണ്ടൽ FDI എന്ന് പറയുന്നത്? FDI is said to be horizontal FDI when the investor establishes the same type of business operation abroad as it operates in its home country. ഹോം കൺട്രിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന പോലത്തെ സെയിം ടൈപ്പ് ഓഫ് ബിസിനസ് ഓപ്പറേഷൻ ഫോറിൻ കൺട്രിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ഹൊറിസോണ്ടൽ FDI. അല്ലെങ്കിൽ ഫണ്ട്സ് ആർ ഇൻവെസ്റ്റഡ് ഇൻ എ ഫോറിൻ കമ്പനി, ഒരു ഫോറിൻ കമ്പനിയിൽ ഫണ്ട്സ് ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. എന്താണ് ആ ഫോറിൻ കമ്പനിയുടെ പ്രത്യേകത? ബിലോങ്ങിങ് ടു ദ സെയിം ഇൻഡസ്ട്രി ആസ് ദാറ്റ് ഓൺഡ് ഓർ ഓപ്പറേറ്റഡ് ബൈ ദ FDI ഇൻവെസ്റ്റർ. FDI ഇൻവെസ്റ്റർ ഓൺ ചെയ്യുകയും ഓപ്പറേറ്റ് ചെയ്യുകയും ചെയ്യുന്ന കമ്പനി ഏത് ഇൻഡസ്ട്രിയിലാണോ ബിലോങ് ചെയ്യുന്നത് അതേ സിമിലർ ഇൻഡസ്ട്രിയിൽ ബിലോങ് ചെയ്യുന്ന ഒരു ഫോറിൻ കമ്പനിയിൽ ഫണ്ട്സ് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ വി കോൾ ഇറ്റ് ആസ് ഹൊറിസോണ്ടൽ FDI. Okay, here the firm conducts the same type of activities in the foreign country relating to its main business. Main business, home countryയിലെ മെയിൻ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട റിലേറ്റ് ചെയ്യപ്പെട്ട സെയിം ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസ് ആണ് എവിടെയും ചെയ്യുന്നത്, ഹോസ്റ്റ് കൺട്രിയിലും ചെയ്യുന്നത്. സിൻസ് ബോത്ത് ദി കമ്പനീസ് ബിലോങ് ടു ദ സെയിം ഇൻഡസ്ട്രി. ഈ രണ്ട് കമ്പനിയും, ഹോം കൺട്രിയിലെ കമ്പനിയും ഹോസ്റ്റ് കൺട്രിയിലെ കമ്പനിയും സെയിം ഇൻഡസ്ട്രിയിൽ ബിലോങ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ ഈ FDI എന്തെന്ന് പറഞ്ഞ് ക്ലാസിഫൈ ചെയ്യുന്നത്? ഹൊറിസോണ്ടൽ FDI എന്ന് പറഞ്ഞ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഹൊറിസോണ്ടൽ FDIക്ക് നമ്മൾ ജസ്റ്റ് ഒരു ഇമേജ് വെച്ചൊരു എക്സാമ്പിൾ കാണിക്കുകയാണെങ്കിൽ, ഒരു മാനുഫാക്ചറർ മറ്റൊരു മാനുഫാക്ചറെ, ഫോറിൻ കൺട്രിയിലുള്ള മറ്റൊരു മാനുഫാക്ചറെ അക്വയർ ചെയ്യുകയോ അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുകയോ ചെയ്യുന്നു. അതാണ് ഹൊറിസോണ്ടൽ FDI. ഒരു മാനുഫാക്ചർ ഫോറിൻ കൺട്രിയിലുള്ള മറ്റൊരു മാനുഫാക്ചറിങ് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയോ എസ്റ്റാബ്ലിഷ് ചെയ്യുകയോ ചെയ്യുന്നു. അതാണ് ഹൊറിസോണ്ടൽ FDI. അപ്പോൾ രണ്ട് പാർട്ടീസ്, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ രണ്ട് പാർട്ടീസും ആര് തന്നെ ആയിരിക്കും? മാനുഫാക്ചർ, ഒരാൾ ഹോം കൺട്രിയിലുള്ളതും മാനുഫാക്ചർ ആണെങ്കിൽ ഹോസ്റ്റ് കൺട്രിയിലേതും മാനുഫാക്ചർ തന്നെ ആയിരിക്കും. അതാണ് ഹൊറിസോണ്ടൽ FDIക്ക് നമുക്കൊരു എക്സാമ്പിളായിട്ട് പറയാം. നമ്മൾ പറഞ്ഞു സെയിം ലെവൽ ഓഫ് ആക്ടിവിറ്റീസ് തന്നെ ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പം നമുക്ക് വെർട്ടിക്കൽ FDI എന്താണെന്ന് നോക്കാം. നമ്മൾ ഹൊറിസോണ്ടൽ FDI പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു, എപ്പോഴാണ് നമ്മൾ FDIനെ ഹൊറിസോണ്ടൽ FDI എന്ന് പറയുന്നത്? നമ്മളൊരു ഫോറിൻ കൺട്രിയിൽ ഒരു ബിസിനസ് എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഫോറിൻ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴോ നമ്മുടെ മെയിൻ ബിസിനസ്സുമായിട്ട്, ഹോം കൺട്രിയിലെ മെയിൻ ബിസിനസ്സിൻ്റെ അതേ ആക്ടിവിറ്റീസ് ചെയ്യുന്ന, അതേ നമ്മുടെ ഹോം കൺട്രിയിലെ കമ്പനി ബിലോങ് ചെയ്യുന്ന അതേ ഇൻഡസ്ട്രിയിൽ ബിലോങ് ചെയ്യുന്ന ഒരു ഫോറിൻ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയോ ഫോറിൻ കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്യുകയോ ചെയ്യുമ്പോഴാണ് നമ്മളതിനെ ഹൊറിസോണ്ടൽ FDI എന്ന് പറഞ്ഞത്. എന്നാൽ എപ്പോഴാണ് നമ്മൾ FDIനെ വെർട്ടിക്കൽ എന്ന് പറയുന്നത്? Vertical direct investment is one in which different but related activities of the investor's main business is established or acquired in a foreign country. ഇവിടെ നമ്മൾ ഫോറിൻ കൺട്രിയിൽ ഒരു ബിസിനസ് എസ്റ്റാബ്ലിഷ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു കമ്പനി അക്വയർ ചെയ്യുകയോ ഒക്കെയാണ് ചെയ്യുന്നത്. പക്ഷേ എന്താണ് ഹൊറിസോണ്ടൽ FDI എന്നുള്ള വ്യത്യാസം? ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ കമ്പനി അല്ലെങ്കിൽ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ആ കമ്പനി ചെയ്യുന്ന ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. ഇതിൻ്റെ മെയിൻ ബിസിനസ് ചെയ്യുന്ന ആക്ടിവിറ്റിയിൽ നിന്ന് ഡിഫറെൻ്റ് ആക്ടിവിറ്റിയാണ്, പക്ഷേ റിലേറ്റഡ് ആണ്. നമ്മുടെ മെയിൻ ബിസിനസ്സിൻ്റെ ആക്ടിവിറ്റിയുമായിട്ട് ബന്ധമുള്ള, എന്നാൽ ആ ആക്ടിവിറ്റി അല്ലാത്ത ഒരു ആക്ടിവിറ്റി ചെയ്യുന്ന ഒരു ബിസിനസ് എസ്റ്റാബ്ലിഷ് ചെയ്യുകയോ അങ്ങനെയുള്ള ഒരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുകയോ ചെയ്യുമ്പോൾ ഫോറിൻ കൺട്രിയിൽ, അതിനെയാണ് നമ്മൾ വെർട്ടിക്കൽ FDI എന്ന് പറയുന്നത്. അപ്പോൾ വെർട്ടിക്കൽ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൽ നമ്മൾ എങ്ങനെയുള്ള ആക്ടിവിറ്റി ചെയ്യുന്ന ബിസിനസ് എസ്റ്റാബ്ലിഷ് ചെയ്യുകയോ അല്ലെങ്കിൽ അക്വയർ ചെയ്യുകയോ ആണ് ചെയ്യുന്നത്? നമ്മുടെ മെയിൻ ബിസിനസ്സിന് ചെയ്യുന്ന ആക്ടിവിറ്റിയിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ് ചെയ്യുന്നത്. ഡിഫറെൻറ്റ് ബട്ട് റിലേറ്റഡ് ആക്ടിവിറ്റീസ്. പക്ഷേ നമ്മുടെ മെയിൻ ബിസിനസ്സിൻ്റെ ആക്ടിവിറ്റിയുമായിട്ട് അതിനൊരു ബന്ധമുണ്ട്, ഒരു റിലേഷനുണ്ട്, പക്ഷേ അതേ സെയിം ആക്ടിവിറ്റി അല്ല. അത് നമ്മൾ ഫർദറായിട്ട് ക്ലാസിഫിക്കേഷൻ എക്സാമ്പിൾസ് പറയുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ഒന്നിലേക്ക് ഇത്രയും മനസ്സിലാക്കുക. വെർട്ടിക്കൽ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇസ് വൺ ഇൻ വിച്ച് ഡിഫറെൻറ്റ് ബട്ട് റിലേറ്റഡ് ആക്ടിവിറ്റീസ് ഓഫ് ദി ഇൻവെസ്റ്റേഴ്സ് മെയിൻ ബിസിനസ് ഇസ് എസ്റ്റാബ്ലിഷ്ഡ് ഓർ അക്വയർഡ് ഇൻ എ ഫോറിൻ കൺട്രി. ഹിയർ ഇൻവെസ്റ്റ്മെൻറ്റ് ഇസ് മെയ്ഡ് ഓൺ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ദ സപ്ലൈ ചെയിൻ. വെർട്ടിക്കൽ FDIയിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് സപ്ലൈ ചെയിൻ്റെ ഡിഫറെൻറ്റ് ലെവൽസിലാണ്. അത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയും, സോ ഡോണ്ട് വറി. എക്സാമ്പിൾ ഉൾപ്പെടെ നമുക്ക് പറയാം. അതിന് മുമ്പായിട്ട് ഈ ഒരു വെർട്ടിക്കൽ FDIയുടെ വെർട്ടിക്കൽ FDI എന്തുകൊണ്ടാണ് ബെനഫിഷ്യൽ, അല്ലെങ്കിൽ വെർട്ടിക്കൽ FDI നെസസറി ആയിട്ട് വരുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാം. ഈച്ച് ആൻഡ് എവറി ഫേം സ്പെഷ്യലൈസസ് ഓൺലി ഇൻ സം സ്റ്റേജസ് ഓഫ് ദ പ്രൊഡക്ഷൻ പ്രോസസ്സ്. എല്ലാ സ്ഥാപനങ്ങളും ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിൻ്റെ എല്ലാ സ്റ്റേജിനും സ്പെഷ്യലൈസ്ഡ് ആയിരിക്കണമെന്നില്ല. അവർ ഏതെങ്കിലുമൊക്കെ സ്റ്റേജസിലായിരിക്കും അവർക്ക് സ്പെഷ്യലൈസേഷൻ ഉള്ളത്. ഈച്ച് ആൻഡ് എവറി ഫേം സ്പെഷ്യലൈസ് ഓൺലി ഇൻ സം സ്റ്റേജസ് ഓഫ് ദ പ്രൊഡക്ഷൻ പ്രോസസ്സ്. പ്രൊഡക്ഷൻ പ്രോസസ്സിൻ്റെ പല സ്റ്റേജുകളുണ്ട്. അതിലൊരു ഫേം ഈ എല്ലാ സ്റ്റേജുകളിലും സ്പെഷ്യലൈസ് ചെയ്തിരിക്കണമെന്നില്ല. ഏതെങ്കിലും ഒന്നോ രണ്ടോ സ്റ്റേജസുകളിലായിരിക്കും അവർ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. സോ ആസ് എ റിസൾട്ട് ദ ഫേം ഹാസ് ടു ബൈ ഇറ്റ്സ് റോ മെറ്റീരിയൽസ്, അതായത് ഇൻപുട്സ്, from other firms or sell its output to firms other than the ultimate consumers. അതായത് എല്ലാ സ്റ്റേജിലും സ്പെഷ്യലൈസ്ഡ് അല്ലാന്ന് നമ്മൾ പറഞ്ഞു. ചിലപ്പോൾ മാനുഫാക്ചറിങ് മാത്രമായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ചിലപ്പോൾ റോ മെറ്റീരിയലിന് വേണ്ടിയിട്ട് മറ്റൊരു ഫേമിനെ ആശ്രയിക്കേണ്ടതായിട്ട് വരാം.
അതായത് ഇപ്പം ടയർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കമ്പനി ആണെങ്കിൽ റബ്ബർ ഇൻപുട്ട് ആണല്ലോ, റബ്ബറിന് വേണ്ടിയിട്ട് മറ്റൊരു ഫേമിനെ ആശ്രയിക്കേണ്ടതായിട്ട് വരാം. ഇത് മാത്രമല്ല, വിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സിന് വിൽക്കുന്ന കാര്യമല്ല, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വേണ്ടേ നമുക്ക് ഇത് അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സിൽ എത്തിക്കാൻ. അതിൽ നമ്മൾ സ്പെഷ്യലൈസ് അല്ലെങ്കിൽ അത് മറ്റൊരു ഫേമിലേക്ക് അത് പാസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഈച്ച് ആൻഡ് എവറി ഫേം സ്പെഷ്യലൈസസ് ഓൺലി ഇൻ സം സ്റ്റേജസ് ഓഫ് ദ പ്രൊഡക്ഷൻ പ്രോസസ്. എല്ലാ ഫേംസും ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിലെ എല്ലാ സ്റ്റേജിലും സ്പെഷ്യലൈസ്ഡ് ആയിരിക്കണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ റോ മെറ്റീരിയൽസ് വാങ്ങാനും അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാനും ഒക്കെ ഒരു ഫേമിന് മറ്റ് ഫേമുകളുടെ ആവശ്യകത വേണ്ടി വരും. സോ ഫോർ ദിസ് ദ ഫേം ഹാസ് ടു ഇൻകർ സർട്ടൻ കോസ്റ്റ്സ്. അപ്പോൾ ഇതിന് മറ്റ് ഫേംസിനെ ഡിപ്പെൻഡ് ചെയ്യുമ്പം ചിലവുണ്ട്. ഇൻപുട്ട് മറ്റൊരാളിൽ നിന്ന് വാങ്ങുന്നു, അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ മറ്റൊരാളെ ഏൽപ്പിക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില കോസ്റ്റുകളെ ഒഴിവാക്കാനാണ് അങ്ങനെയുള്ള ഫേംസിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയോ അത് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നത്. സോ ഫോർ ദിസ് ദ ഫേം ഹാസ് ടു ഇൻകർ സർട്ടൻ കോസ്റ്റ്. സോ സംടൈംസ് ഇറ്റ് ഈസ് ബെനിഫിഷ്യൽ ഫോർ ദ ഫേം ടു ഇൻറ്റഗ്രേറ്റ് വെർട്ടിക്കലി. അപ്പോൾ ചില സാഹചര്യങ്ങളിൽ ഇത് നമുക്ക് ഗുണകരമാണ്. നമ്മളെ ഇൻപുട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫേമിനെ നമ്മൾ അക്വയർ ചെയ്യുകയോ അല്ലെങ്കിൽ അതുപോലെ എസ്റ്റാബ്ലിഷ് ചെയ്യുകയോ ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഫേമിനെ നമ്മൾ അക്വയർ ചെയ്യുകയോ എസ്റ്റാബ്ലിഷ് ചെയ്യുകയോ ചെയ്യുക. അപ്പം അത് നമുക്ക് അത്രയും കോസ്റ്റ് കുറയ്ക്കാൻ സഹായിക്കും. അപ്പോൾ ചില സാഹചര്യങ്ങളിൽ ഇങ്ങനെ വേർട്ടിക്കലായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് ഒരു ഫേമിന് നല്ല യൂസ്ഫുൾ ആയിരിക്കും. ഈ വേർട്ടിക്കൽ FDIനെ തന്നെ നമുക്ക് ഫർദർ ആയിട്ട് രണ്ടായിട്ട് തിരിക്കാം. ഫോർവേഡ് വെർട്ടിക്കൽ FDI ആൻഡ് ബാക്ക്വേർഡ് വെർട്ടിക്കൽ FDI. വെർട്ടിക്കൽ FDI ക്യാൻ ബി either forward vertical FDI or backward vertical FDI. അപ്പോൾ വീണ്ടും പറയാം, വെർട്ടിക്കൽ FDI നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, ഫോർവേഡ് FDI ആൻഡ് ബാക്ക്വേർഡ് FDI. അതായത് ഫോർവേഡ് വെർട്ടിക്കൽ FDI ആൻഡ് ബാക്ക്വേർഡ് വെർട്ടിക്കൽ FDI. ഓക്കെ, വെർട്ടിക്കൽ FDI ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 2, ഫോർവേഡ് വെർട്ടിക്കൽ FDI ആൻഡ് ബാക്ക്വേർഡ് വെർട്ടിക്കൽ. നമുക്ക് ഫോർവേഡ് വെർട്ടിക്കൽ FDI എന്താണെന്ന് നോക്കാം. It occurs when a firm integrates its output selling units, that is the distributors. ഒരു ഫേം എപ്പോഴാണോ, ഫോറിൻ കൺട്രിയിലാണെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ, കാരണം നമ്മൾ FDI ആണ് പറയുന്നത്. അപ്പോൾ ഒരു ഫേം എപ്പോഴാണോ അതിൻ്റെ ഔട്ട്പുട്ട് സെല്ലിംഗ് യൂണിറ്റ്സിനെ, അതായത് ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ, ഗുഡ്സ് അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സിൽ എത്തിക്കുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ ഒരു ഫോറിൻ കൺട്രിയിൽ നിന്ന് അക്വയർ ചെയ്യുകയോ അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുകയോ ചെയ്യുമ്പോൾ നമ്മൾ ആ ടൈപ്പ് ഓഫ് വെർട്ടിക്കൽ FDIനെ ഫോർവേഡ് വെർട്ടിക്കൽ FDI എന്ന് പറയും. Forward vertical FDI is said to happen when a company invests in a foreign company which is ranked higher in the supply chain. അതായത് ഫോറിൻ കമ്പനി, നമ്മൾ മറ്റൊരു ഫോറിൻ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. ആ ഫോറിൻ കമ്പനി എന്ന് പറയുന്നത് നമ്മുടെ ഹോം കൺട്രിയിലെ കമ്പനിയെ കാട്ടിയിട്ടും ഹയർ റാങ്കിലാണുള്ളത്. സപ്ലൈ ചെയിനിൽ നമ്മുടെ ഹോം കൺട്രിയിലെ മെയിൻ കമ്പനിയെ കാട്ടിയും ഹയർ റാങ്കിലുള്ള ഒരു ഫോറിൻ കമ്പനിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ അതിനെ ഫോർവേഡ് വെർട്ടിക്കൽ FDI എന്ന് പറയുന്നത്. നമ്മൾ സപ്ലൈ ചെയിൻ്റെ എക്സാമ്പിൾ നോക്കുന്നതായിരിക്കും. അതിന് മുമ്പായിട്ട് നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിളും അതിൻ്റെ തിയററ്റിക്കൽ ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടും പറഞ്ഞിട്ട് പോവാം. അപ്പോൾ ഈ ഫോർവേഡ് വെർട്ടിക്കൽ FDI brings the company nearer to a market, that is distributorship. ഫോർവേഡ് വെർട്ടിക്കൽ FDIയിലൂടെ ഒരു കമ്പനി മാർക്കറ്റിനടുത്തേക്ക് എത്തുകയാണ്. ദാറ്റ് മീൻസ് എന്ത് കാര്യമാണ്, ലാസ്റ്റ് മാർക്കറ്റിലേക്ക് എത്തുകയാണ്. അതായത് ഡിസ്ട്രിബ്യൂട്ടർഷിപ്പാണ് ചെയ്യുന്നത് ഫോർവേഡ് വെർട്ടിക്കൽ FDIയിലൂടെ. ഓക്കെ, നമ്മളിതിൻ്റെ ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, സിമ്പിളായിട്ട് നമ്മൾ പറഞ്ഞാൽ എക്സാമ്പിളായിട്ട് നമുക്ക് അതായത് ജനറലായിട്ട് പറയണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം. എ മാനുഫാക്ചറർ ബൈസ് എ ഡിസ്ട്രിബ്യൂട്ടർ. ഒരു മാനുഫാക്ചറർ അയാളുടെ പ്രൊഡക്റ്റ് അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സിൽ എത്തിക്കുന്ന ഡിസ്ട്രിബ്യൂട്ടറിനെ വാങ്ങുന്നത് ഒരു എക്സാമ്പിളാണ്. നമ്മൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ടൊയോട്ട ഒരു കാർ മാനുഫാക്ചറിങ് കമ്പനിയാണ്. അത് മറ്റൊരു രാജ്യത്ത്, സേ ഫോർ എക്സാമ്പിൾ അമേരിക്കയിൽ കാർ ഡിസ്ട്രിബ്യൂട്ടർഷിപ്പ് വാങ്ങുന്നു. ഒരു കാർ ഡിസ്ട്രിബ്യൂട്ടിങ് അവിടുത്തെ ഒരു ഫേമിനെ ഈ ടൊയോട്ട വാങ്ങുകയാണെന്ന് വെച്ചോ, അതൊരു എക്സാമ്പിളാണ് എന്തിൻ്റെ, ഫോർവേഡ് വെർട്ടിക്കൽ FDIയുടെ. ഓക്കെ, ഫോർവേഡ് വെർട്ടിക്കൽ FDI എന്ന് പറയുമ്പോൾ ഇറ്റ് occurs when a firm integrates its output selling units, that is the distributors. ഒരു ഫേം എപ്പോഴാണോ, ഫോറിൻ കൺട്രിയിലാണെന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ, നമ്മൾ FDI ആണ് പറയുന്നത്. സോ ഒരു ഫേം എപ്പോഴാണോ ഒരു ഫോറിൻ കൺട്രിയിൽ നിന്ന് ഒരു ഡിസ്ട്രിബ്യൂട്ടിംഗ് കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിനെ അക്വയർ ചെയ്യുകയോ ചെയ്യുന്നത്, ആ ടൈപ്പ് ഓഫ് വെർട്ടിക്കൽ FDI ആണ് നമ്മൾ ഫോർവേഡ് വെർട്ടിക്കൽ FDI എന്ന് പറയുന്നത്. മറ്റൊരു രീതിയിൽ നമ്മൾ പറയുകയാണെങ്കിൽ, ഒരു കമ്പനി തന്നെ കാട്ടിയും ഹയർ റാങ്കിങ് ഉള്ള, അതായത് സപ്ലൈ ചെയിനിൽ ഈ മെയിൻ കമ്പനിയുടെ കാട്ടിനും ഹയർ പൊസിഷനിലുള്ള, സപ്ലൈ ചെയിനിൽ ഹയർ പൊസിഷനിലുള്ള ഒരു ഫോറിൻ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിലാണ് നമ്മളത് ഫോർവേഡ് വെർട്ടിക്കൽ FDI എന്ന് പറയുന്നത്. എ ഫോർവേഡ് വെർട്ടിക്കൽ FDI brings the company nearer to a market, that is distributorship.
ഫോർവേഡ് വെർട്ടിക്കൽ FDI നമ്മളൊരു എക്സാമ്പിൾ വെച്ച് നോക്കുകയാണെങ്കിൽ, ഒരു മാനുഫാക്ചറർ ഒരു ഫോറിൻ കൺട്രിയിലുള്ള ഡിസ്ട്രിബ്യൂട്ടറിനെ അതായത് ഈ മാനുഫാക്ചറിൻ്റെ ഔട്ട്പുട്ട് സെല്ല് ചെയ്യുന്ന ഔട്ട്പുട്ട് അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സിൽ എത്തിക്കുന്ന ഒരു ഡിസ്ട്രിബ്യൂട്ടറിനെ, ഫോറിൻ കൺട്രിയിലെ ഒരു ഡിസ്ട്രിബ്യൂട്ടറിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ അത് ഫോർവേഡ് വെർട്ടിക്കൽ FDI ആണ്. അപ്പോൾ ഒരു മാനുഫാക്ചറിനെ കാട്ടിയും സപ്ലൈ ചെയിനിൽ ഹയർ പൊസിഷനിലുള്ളതാണ് ഡിസ്ട്രിബ്യൂട്ടർ. അപ്പോൾ ഒരു മാനുഫാക്ചറർ ഡിസ്ട്രിബ്യൂട്ടറിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുകയോ ഇൻവെസ്റ്റ് ചെയ്യുകയോ ചെയ്യുന്നു ഒരു ഫോറിൻ കൺട്രിയിലെങ്കിൽ അത് ഫോർവേഡ് വെർട്ടിക്കൽ FDI ആണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ബാക്ക്വേർഡ് വെർട്ടിക്കൽ FDI ആണ്. Backward vertical FDI occurs when a firm integrates its input supplying unit, that is raw material. Backward vertical FDI എപ്പോഴാണ് നമ്മൾ ഒക്കർ ആവുന്നതെന്ന് പറയുന്നതെന്ന് വെച്ചാൽ, ഒരു ഫേം എപ്പോഴാണോ അതിൻ്റെ ഇൻപുട്ട്, അതായത് റോ മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്ന യൂണിറ്റ്സിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുകയോ ചെയ്യുമ്പോഴാണ് നമ്മൾ വെർട്ടിക്കൽ FDI ബാക്ക്വേർഡ് വെർട്ടിക്കൽ FDI ആണെന്ന് പറയുന്നത്. ബാക്ക്വേർഡ് വെർട്ടിക്കൽ FDI occurs when a firm integrates its input supplying units. നമുക്ക് ഇൻപുട്ട് സപ്ലൈ ചെയ്യുന്ന റോ മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്ന യൂണിറ്റ്സിനെ നമ്മൾ അക്വയർ ചെയ്യുമ്പോഴോ അത് എസ്റ്റാബ്ലിഷ് ചെയ്യുകയോ ചെയ്യുമ്പോഴാണ് നമ്മൾ വെർട്ടിക്കൽ FDIനെ ബാക്ക്വേർഡ് വെർട്ടിക്കൽ FDI എന്ന് പറയുന്നത്. Here in backward vertical FDI, the international integration goes back towards raw materials. നമ്മൾ തിരികെ എന്തിലോട്ടാണ് പോകുന്നത്? റോ മെറ്റീരിയലിലോട്ടാണ് പോകുന്നത്. നമ്മൾ ഫോർവേഡ് വെർട്ടിക്കൽ FDIയിൽ പറഞ്ഞു ബ്രിങ്സ് നിയറർ ടു ദ മാർക്കറ്റിന് അടുത്തേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് ഫോർവേഡ് വെർട്ടിക്കൽ FDI. പക്ഷേ നമ്മൾ ബാക്ക്വേർഡ് FDIയിൽ പറയുന്നു ഇൻ്റർനാഷണൽ ഇൻറ്റഗ്രേഷൻ ഗോസ് ബാക്ക് ടു ദ റോ മെറ്റീരിയലിലേക്ക് പുറകോട്ട് നമ്മൾ പോവുകയാണ്. സോ എ ഫേം മേ ഇൻവെസ്റ്റ് ഇൻ പ്രൊഡക്ഷൻ ഫെസിലിറ്റീസ് ഇൻ അനദർ കൺട്രി ആൻഡ് ഇഫ് ദ ഫേം ബ്രിങ്സ് ദ ഗുഡ്സ് ഓർ കമ്പോണൻസ് ബാക്ക് ടു ഇറ്റ് ഹോം കൺട്രി. അതായത് മറ്റൊരു കൺട്രിയിൽ നമ്മൾ പ്രൊഡക്ഷൻ ഫെസിലിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവിടെ നിന്നുള്ള കമ്പോണൻസ് നമ്മൾ ഹോം കൺട്രിയിലോട്ട് കൊണ്ടുവരുന്നു മെയിൻ പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് റോ മെറ്റീരിയൽസ് മറ്റൊരു കൺട്രിയിലെ കമ്പനിയിൽ റെഡിയാക്കിയിട്ട് അത് നമ്മൾ നമ്മുടെ ഹോം കൺട്രിയിലോട്ട് കൊണ്ടുവരുന്നു. ദാറ്റ് ഈസ് ആക്ടിങ് ആസ് എ സപ്ലയർ ഓഫ് റോ മെറ്റീരിയൽസ്. നമ്മൾ സപ്ലയർ ഓഫ് റോ മെറ്റീരിയലായിട്ടും ആക്ട് ചെയ്യുന്നു. ദെൻ ഇറ്റ് ഈസ് കോൾഡ് ബാക്ക്വേർഡ് വെർട്ടിക്കൽ FDI. നമുക്ക് ബാക്ക്വേർഡ് വെർട്ടിക്കൽ FDIയുടെ 2 എക്സാമ്പിൾസ് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ കാർ മാനുഫാക്ചറർ ഗെറ്റിംഗ് മെജോറിറ്റി സ്റ്റേക്ക് ഇൻ എ ടയർ മാനുഫാക്ചറർ ഓർ ഇൻ എ റബ്ബർ പ്ലാന്റേഷൻ. ഈ പറഞ്ഞത് ഫോറിൻ കൺട്രിയിലാണ് എന്നുള്ളത് നമ്മൾ ഓർക്കണം, കാരണം നമ്മൾ FDIയുടെ കോണ്ടെക്സ്റ്റിലാണല്ലോ ഇത് പറയുന്നത്. അപ്പോൾ ഒരു കാർ മാനുഫാക്ചറർ, അയാളുടെ ഹോം കൺട്രിയിലെ മെയിൻ ബിസിനസ് എന്ന് പറയുന്നത് കാർ മാനുഫാക്ചറിങ് ആണെന്ന് നമുക്ക് മനസ്സിലായി. അയാൾ ഒരു ടയർ മാനുഫാക്ചററെയോ അല്ലെങ്കിൽ ഒരു റബ്ബർ പ്ലാന്റേഷനോ എസ്റ്റാബ്ലിഷ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുകയോ ചെയ്യുന്നു. അപ്പോൾ ഈ കാറിന് വേണ്ട ഒരു കമ്പോണൻ്റ് ആണല്ലോ ടയർ. അപ്പം അത് റോ മെറ്റീരിയൽ അല്ലേ? അല്ലെങ്കിൽ ഈ ടയർ ഉണ്ടാക്കണമെങ്കിൽ തന്നെ നമുക്ക് റബ്ബർ വേണം. അപ്പോൾ റബ്ബർ പ്ലാന്റേഷൻ അത് റോ മെറ്റീരിയൽ അല്ലേ? അപ്പോൾ എന്തിൻ്റെ എക്സാമ്പിളാണ്? ബാക്ക്വേർഡ് വെർട്ടിക്കൽ FDIയുടെ എക്സാമ്പിളാണ്. അല്ലെങ്കിൽ എ കോഫി പ്രൊഡ്യൂസർ മേ ഇൻവെസ്റ്റ് ഇൻ കോഫി പ്ലാന്റേഷൻ. സേ ഫോർ എക്സാമ്പിൾ ഇപ്പം നെസ്കഫേ അല്ലെങ്കിൽ ബ്രൂ അങ്ങനെയൊക്കെ ഉള്ള കോഫി പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. അവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? കോഫി പ്ലാന്റേഷൻസിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അതെന്തിൻ്റെ എക്സാമ്പിളാണ്? അതും ബാക്ക്വേർഡ് വെർട്ടിക്കൽ FDIയുടെ എക്സാമ്പിൾ. ബാക്ക്വേർഡ് വെർട്ടിക്കൽ FDI നമ്മൾ അതുപോലെ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഒരു മാനുഫാക്ചറർ ഫോറിൻ കൺട്രിയിലുള്ള റോ മെറ്റീരിയൽ സപ്ലയറിനെ, അതായത് ഈ മാനുഫാക്ചറർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ഉണ്ടാക്കാനുള്ള ഇൻപുട്ട് അല്ലെങ്കിൽ റോ മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്ന റോ മെറ്റീരിയൽ സപ്ലയറിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുകയോ ഇൻവെസ്റ്റ് ചെയ്യുകയോ ചെയ്യുന്നു. ഫോറിൻ കമ്പനിയിലുള്ള റോ മെറ്റീരിയൽ സപ്ലയറിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുകയോ ഇൻവെസ്റ്റ് ചെയ്യുകയോ ചെയ്യുന്നു ഒരു മാനുഫാക്ചറർ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതെന്തിന് എക്സാമ്പിളാണ്? ബാക്ക്വേർഡ് വെർട്ടിക്കൽ FDI. നമുക്ക് സപ്ലൈ ചെയിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഇതൊരു എക്സാക്ട് സപ്ലൈ ചെയിൻ ഒന്നുമല്ല. നമുക്ക് വേണ്ട, നമ്മൾ ഈ എക്സാമ്പിൾസുകളിലൊക്കെ പറഞ്ഞ പാർട്ടീസിനെ മാത്രം ഇൻക്ലൂഡ് ചെയ്തുള്ള ഒരു സപ്ലൈ ചെയിനാണ്. അപ്പോൾ ഒരു സപ്ലൈ ചെയിൻ നോക്കാം. ഏറ്റവും ആദ്യം റോ മെറ്റീരിയൽ സപ്ലയർ ഉണ്ട്, അത് കഴിഞ്ഞ് മാനുഫാക്ചറർ ഉണ്ട്, അത് കഴിഞ്ഞ് ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ട്. അപ്പോൾ ഒരു റോ മെറ്റീരിയൽ സപ്ലയർ, മാനുഫാക്ചറർ ആൻഡ് ഡിസ്ട്രിബ്യൂട്ടർ. നമ്മൾ ഫോർവേഡ് FDI പറഞ്ഞപ്പോൾ പറഞ്ഞു, അതായത് തന്നെക്കാട്ടി ഹയർ റാങ്കിങ് ഉള്ള ഒരു സപ്ലൈ ചെയിനിൽ തന്നെക്കാട്ടി ഹയർ റാങ്കിങ് ഉള്ള ഒരു പാർട്ടിയെ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുകയോ ഇൻവെസ്റ്റ് ചെയ്യുകയോ ചെയ്യുമ്പോഴാണ് നമ്മൾ ഫോർവേഡ് FDI എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മാനുഫാക്ചറർ ഒരു ഡിസ്ട്രിബ്യൂട്ടറെ എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ്, അതായത് മൂവ്സ് അപ്പ് ദ സപ്ലൈ ചെയിൻ. ആ ആരോൻ്റെ ഷേപ്പല്ല നോക്കേണ്ടത്, പൊസിഷനാണ് നോക്കേണ്ടത്. മാനുഫാക്ചറിനെ കാട്ടിയും മുകളിലാണ് ആരുടെ സ്ഥാനം? ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ സ്ഥാനം. അപ്പം മൂവ്സ് അപ്പ് ദ സപ്ലൈ ചെയിൻ, ഇറ്റ് ഈസ് ഫോർവേഡ് FDI. അതുപോലെ നമ്മൾ പറഞ്ഞു റോ മെറ്റീരിയലിലേക്ക് നമ്മളെ തിരികെ കൊണ്ടുപോകുന്ന ടൈപ്പാണ്
ബാക്ക്വേർഡ് വെർട്ടിക്കൽ FDI. അപ്പോൾ ഒരു മാനുഫാക്ചറർ ഇപ്പോൾ ഒരു റോ മെറ്റീരിയൽ സപ്ലയറെ ഏറ്റെടുക്കുകയാണ്. ഒരു മാനുഫാക്ചറർ ഒരു റോ മെറ്റീരിയൽ സപ്ലയറെ എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. അത് മൂവ്സ് ഡൗൺ ദ സപ്ലൈ ചെയിനിൽ പുറകോട്ട് പോകുന്നു. അപ്പോൾ ഈ ഗ്രാഫ് താഴോട്ട് മുകളിലോട്ട് അങ്ങനെയല്ല, ഈ ഗ്രാഫിൻ്റെ ഇമേജിൻ്റെ ആ താഴെ മേളിലല്ല നോക്കേണ്ടത്, ആ പൊസിഷനാണ് നോക്കേണ്ടത്. അപ്പോൾ ഫോർവേഡ് FDI ആകുമ്പോൾ മൂവ് അപ്പ് ദ സപ്ലൈ ചെയിൻ, അതായത് ഒരു മാനുഫാക്ചർ തന്നെക്കാട്ടി ഹയർ പൊസിഷനിലുള്ള മുകളിലുള്ള ഡിസ്ട്രിബ്യൂട്ടറിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുകയോ ഇൻവെസ്റ്റ് ചെയ്യുകയോ ചെയ്യുന്നു. എന്നാൽ ബാക്ക്വേർഡ് വെർട്ടിക്കൽ FDI എന്ന് പറഞ്ഞാൽ മൂവ് ഡൗൺ ദ സപ്ലൈ ചെയിൻ. ഒരു മാനുഫാക്ചറർ, ഫോർ എക്സാമ്പിൾ ഒരു മാനുഫാക്ചറർ തന്നെക്കാട്ടി സപ്ലൈ ചെയിനിൽ പിറകിലുള്ള റോ മെറ്റീരിയൽ സപ്ലയറിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുകയോ ഇൻവെസ്റ്റ് ചെയ്യുകയോ ചെയ്യുന്നു. അതാണെങ്കിൽ ബാക്ക്വേർഡ് FDI. FDIയുടെ അടുത്ത ടൈപ്പായ കൺഗ്ലോമറേറ്റ് FDI എന്താണെന്ന് നോക്കാം. ഇറ്റ് ഒക്കേഴ്സ് വെൻ എ ബിസിനസ് അക്വയേഴ്സ് ആൻ അൺറിലേറ്റഡ് ബിസിനസ് ഇൻ എ ഫോറിൻ കൺട്രി. എപ്പോഴാണോ ഒരു ബിസിനസ് ഒരു ഫോറിൻ കൺട്രിയിൽ നിന്ന് ഒരു അൺറിലേറ്റഡ് ബിസിനസ്സിനെ അക്വയർ ചെയ്യുന്നത്, ആ ടൈപ്പ് ഓഫ് FDI ആണ് നമ്മൾ കൺഗ്ലോമറേറ്റ് FDI എന്ന് പറയുന്നത്. അതായത് ഹോം കൺട്രിയിലെ മെയിൻ കമ്പനി ചെയ്യുന്ന ആക്ടിവിറ്റിയുമായി ഒരു റിലേഷനും ഇല്ലാത്തൊരു ആക്ടിവിറ്റി ചെയ്യുന്ന ഒരു ബിസിനസ്സിനെ നമ്മൾ ഫോറിൻ കൺട്രിയിൽ നിന്ന് അക്വയർ ചെയ്യുകയോ എസ്റ്റാബ്ലിഷ് ചെയ്യുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ആ ടൈപ്പ് ഓഫ് FDI ആണ് നമ്മൾ കൺഗ്ലോമറേറ്റ് FDI എന്ന് പറയുന്നത്. ഇൻ ദ കൺഗ്ലോമറേറ്റ് ടൈപ്പ് ഓഫ് FDI, an individual or company makes investment in a foreign company that is unrelated to its existing business in the home country. അതായത് ഈ കൺഗ്ലോമറേറ്റ് ടൈപ്പ് ഓഫ് FDIയിൽ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു കമ്പനിയോ ഒരു ഫോറിൻ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. പക്ഷേ ആ ഫോറിൻ കമ്പനി എന്ന് പറയുന്നത് അൺറിലേറ്റഡ് ടു ഇറ്റ്സ് എക്സിസ്റ്റിംഗ് ബിസിനസ് ഇൻ ദ ഹോം കൺട്രി. ഈ മെയിൻ കമ്പനിയുടെ ഹോം കൺട്രിയിലെ ബിസിനസ് ഉണ്ടല്ലോ, അതുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ആക്ടിവിറ്റി ചെയ്യുന്ന അൺറിലേറ്റഡ് ആയിട്ടുള്ളൊരു ഫോറിൻ കമ്പനിയിൽ ഒരു ഇൻഡിവിജ്വലോ അല്ലെങ്കിൽ ഒരു കമ്പനിയോ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മളതിനെ കൺഗ്ലോമറേറ്റ് FDI എന്ന് പറയുന്നത്. നമ്മൾ ഹൊറിസോണൽ FDIയിൽ പറഞ്ഞു സെയിം ആക്ടിവിറ്റി ചെയ്യുന്ന, സിമിലർ ആക്ടിവിറ്റി ചെയ്യുന്ന ഫോറിൻ കമ്പനിയിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. നമ്മൾ വെർട്ടിക്കൽ FDIയിൽ പറഞ്ഞു ആക്ടിവിറ്റീസ് ഡിഫറെൻ്റ് ആണ് ബട്ട് റിലേറ്റഡ് ആണ്. മെയിൻ കമ്പനിയുടെയും ഹോസ്റ്റ് കൺട്രിയിലെ കമ്പനിയുടെ ആക്ടിവിറ്റീസ് ഡിഫറെൻ്റ് ആണെങ്കിൽ തന്നെയും റിലേറ്റഡ് ആണ്. പക്ഷേ കൺഗ്ലോമറേറ്റ് FDI ഹോം കൺട്രിയിലെ കമ്പനിയുടെയും ഹോസ്റ്റ് കൺട്രിയിലെ കമ്പനിയുടെയും ആക്ടിവിറ്റീസ് അൺറിലേറ്റഡ് ആണ്. അങ്ങനത്തെ ടൈപ്പ് ഓഫ് FDI ആണ് നമ്മൾ കൺഗ്ലോമറേറ്റ് FDI എന്ന് പറയുന്നത്.